ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അശോകന്റെ മോളെ ഒരുവിധം നല്ല കുടുംബത്തിലേക്ക് തന്നെ കല്യാണം കഴിച്ചുവല്ലേ. ചന്ദ്രമതിയുടെ സ്വരത്തിൽ ചെറിയൊരു പുച്ഛം ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് രവീന്ദ്രൻ പതുക്കിയൊന്ന് നെടുവീർപ്പിട്ടു. എന്താ ചന്ദ്ര ഈ പറയുന്നത്? അവര് നല്ല മനുഷ്യന്മാരാ. മാളവിന് പറ്റിയ നല്ല പയ്യൻ തന്നെയാ അവന് കിട്ടിയിരിക്കുന്നത്. എന്ത് നല്ല കുടുംബം. കാശൊന്നും തീരെ ഇല്ലാത്തവരൊന്നും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ തോന്നില്ലേ. ചന്ദ്രമതി വിടാൻ ഭാവമില്ലായിരുന്നു. അതിന് എപ്പോഴും കാശില്ലാന്നാണോ ചന്ദ്രേ കാര്യം? പണം എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോവും. മനുഷ്യന്മാരുടെ ഗുണമല്ലേ നമ്മൾ നോക്കേണ്ടത്? രവീന്ദ്രനെ കുറിച്ച് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. ചന്ദ്രമതി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ അഹങ്കാരം മുഴുവൻ ഉണ്ടായിരുന്നു. പിന്നെ കാശിലല്ലേ മനുഷ്യന്മാരെ വിലയിരുത്തുന്നത്? അതിന്റെ ഒരു തലയെടുപ്പും അഭിമാനവും വേറൊന്നു തന്നെയാ. നിങ്ങൾ നമ്മുടെ രണ്ട് മരുമക്കളെയൊന്ന് നോക്ക്. വർഷയെ കണ്ടില്ലേ, അവളൊരു കോടീശ്വരിയാ. പിന്നെ നമ്മുടെ ശ്രുതിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് അത് പറയേണ്ടതില്ലല്ലോ. മലേഷ്യയിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മോളാ അവള്. ഒരു 1.5 കോടീശ്വരി. ഇങ്ങനെ കാശുള്ള നല്ല കുടുംബത്തിൽ നിന്നും 2 മരുമക്കൾ ഈ വീട്ടിലേക്ക് വരുന്നത് നമുക്ക് തന്നെ ഒരു വലിയ അഭിമാനമല്ലേ. രവീന്ദ്രനെ ഇതൊന്നും കേട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിനക്ക് അഭിമാനിക്കാൻ വകയുണ്ടെങ്കിൽ നീ അഭിമാനിക്ക്. എന്നോട് ഈ കാര്യമൊന്നും പറയേണ്ട ചന്ദ്രേ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും പണത്തിന്റെ പേരിൽ വേർതിരിച്ചിട്ട് കാണരുത് എന്ന്. കാശും പണവും നോക്കിയല്ല നമ്മൾ മനുഷ്യന്മാരെ സ്നേഹിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറയുന്നതൊന്നും പിടിക്കില്ലല്ലോ. കാരണം നിങ്ങൾ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ആ പൂ കിട്ടുന്നവളല്ലേ. ചന്ദ്രമതിയുടെ വാക്കുകൾ മൂർച്ചയുള്ളതായിരുന്നു. രേവതി ഉദ്ദേശിച്ചിട്ടായിരുന്നു ആ ഒരു പറച്ചില്. ഇത് കേട്ട് രവീന്ദ്രൻ അങ്ങ് ചാടി എഴുന്നേറ്റു. എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ചന്ദ്രേ. കാശ് ഇന്ന് വരും നാളെ പോവും. പക്ഷേ നല്ല ഗുണം അതൊരു മനുഷ്യൻ എന്നേക്കുമായി നിലനിൽക്കും. രേവതി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിൽ എനിക്ക് നല്ല അഭിമാനം തന്നെയാ ഉള്ളത്. അതിൽ എനിക്കൊരു വിഷമവുമില്ല. രവീന്ദ്രൻ തർപ്പിച്ചു തന്നെ പറഞ്ഞു. അവരിങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് സച്ചിയും രേവതിയും വാതിൽക്കൽ വന്ന് നിൽക്കുന്നത് അവർ കണ്ടത്. സച്ചിയുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം ഉണ്ടായിരുന്നു. എന്തോ ഒരു വലിയ കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അവന്റെ വരവ് എന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം. രേവതി അവന്റെ കൂടെ വളരെ ശാന്തമായി നിന്നു. സച്ചി നേരെ ഹാളിലേക്ക് നടന്നു വന്നു. അവന് പിന്നാലെ രേവതിയും. അച്ഛാ, ശ്രുതിയൊക്കെ എവിടെ? സച്ചി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ മുറിയിലുണ്ട് മോനെ. എന്തു പറ്റി? രവീന്ദ്രൻ ചോദിച്ചു. ഉടനെ തന്നെ സച്ചി വലിയ വായിലങ്ങ് മുകളിലേക്ക് നോക്കി വിളിച്ചു. എടാ ശ്രുതി, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. ആ വിളി കേട്ട് രേവതി ചോദിച്ചു. ശ്രീകാന്തും വർഷയും എവിടെയെന്ന്? അവർ റിസോർട്ടിലേക്ക് പോയ കാര്യം സച്ചിയേട്ടൻ മറന്നുപോയോ? രേവതി ഓർമ്മിപ്പിച്ചു. ഓ, അത് ശരിയാണല്ലോ, ഞാൻ അന്ന് മറന്നുപോയി. എന്നാ ശരി, ഇപ്പൊ ഇവിടെയുള്ളവര് മാത്രം മതി. ഇന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നുണ്ട്. സച്ചി ഒരു നിഗൂഢമായ ചിരിയോടുകൂടെ പറഞ്ഞു. അപ്പോഴേക്കും മുകളിൽ നിന്നും ശ്രുതി പതുക്കെ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. നല്ല ഉറക്കച്ചാട്ടവുണ്ടായിരുന്നു അവന്റെ മുഖത്ത്. എന്താടാ സച്ചി, എന്തിനാ വെറുതെ മനുഷ്യനെ മെനക്കെടുത്തുന്നത്? കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഷോറൂമിലേക്ക് പോവാന്ന് വെച്ചതാ. ഓ, നിന്റെ ഒരു വിളി, ശ്രുതി ദേഷ്യത്തിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോ ചന്ദ്രമതി ശ്രുതിയെ പിന്തുണച്ചു. നീ പോയി കിടന്നുറങ്ങടാ ശ്രുതി. അവന് വട്ട. വെറുതെ യാതൊരുവിധ കാര്യവുമില്ലാതെ ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് ഹാളിൽ വന്നിരുത്ത് അവന്റെ ശീലമായി പോയല്ലോ. രവീന്ദ്രൻ ഇടപെട്ടു. അവൻ എന്തെങ്കിലും പറയാനുണ്ടാവും. എല്ലാവരെയും വിളിച്ചത് അതിനു വേണ്ടിയാ. എന്താ വെച്ചാ അവൻ പറയട്ടെ, നീ പറ സച്ചി. സച്ചി എല്ലാവരെയും ഒന്ന് നോക്കി. എന്നിട്ട് വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അച്ഛാ, ഇന്ന് ഇവിടെ ചിലവരുടെയൊക്കെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീഴും. സച്ചിയുടെ വാക്ക് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. മുഖംമൂടിയോ? അതിനെന്താടാ നീ എങ്ങനെ പറയുന്നത്? ശ്രുതിക്കും കാര്യം മനസ്സിലായില്ല. മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്നോ? ഇവൻ ഇത് എന്തൊക്കെയായി പറയുന്നത് അമ്മേ? ശ്രുതി ചന്ദ്രമതിയെ നോക്കി ചോദിച്ചു. രവീന്ദ്രനും ആകെ കൺഫ്യൂഷനായി. എന്താടാ സച്ചി നീ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്ന രീതിയിലല്ലല്ലോ നീ സംസാരിക്കുന്നത്. സച്ചി വീണ്ടും ആ ചിരിയോടുകൂടെ പറഞ്ഞു. അച്ഛാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് ഈ വീട്ടിലൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാൻ പോവുകയാണെന്ന്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഒരു മുഖ്യ അതിഥി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മുഖ്യ അതിഥിയോ? ചന്ദ്രമതിയും രവീന്ദ്രനും ശ്രുതിയും പരസ്പരം നോക്കി. ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല. ആര് വരാനായി നേരത്ത്? നീ എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറ സച്ചി. ഇങ്ങനെ വളച്ചു കെട്ടാതെ രവീന്ദ്രൻ അക്ഷമമായി പറഞ്ഞു. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ആ മുഖ്യ അതിഥി തന്നെ നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും അച്ഛാ. സച്ചി രേവതിയെ നോക്കി. രേവതി, എവിടെ ഇളയച്ചൻ? രേവതി പതുക്കെ പറഞ്ഞു. പുറത്തു നിൽക്കുന്നുണ്ട്. ഇളയച്ചനോ? എല്ലാവരെയും നെറ്റിച്ചുളിഞ്ഞു. ഏത് ഇളയച്ചൻ? ഏത് ഇളയച്ചനാടി നീ പറയുന്നത്? രവീന്ദ്രൻ ചോദിച്ചു. അതൊക്കെ ഉണ്ട് അച്ഛാ. അച്ഛൻ കണ്ടോ? സച്ചി വാതിൽക്കലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ഇളയച്ചാ, ഇളയച്ചാ, കേറി വാ. വാതിൽക്കൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് ബീരാനായിരുന്നു. ചെറിയ പേടിയോടുകൂടെ വിയർത്തു കുളിച്ച് മുഖമാകെ വല്ലാതായി. കാലുകളൊക്കെ വെക്കാൻ തന്നെ ഭയന്നു വിറച്ച് ബീരാൻ പതുക്കെ വീടിനകത്തേക്ക് കയറി വന്നു. തല കുനിച്ച് ആരുടെയും മുഖത്ത് പോലും നോക്കാൻ ധൈര്യമില്ലാതെ അയാൾ ഹാളിലേക്ക് നടന്നു വന്നു. ബീരാനെ കണ്ടപ്പോ മുകളിൽ നിന്നും താഴേക്ക് വരികയായിരുന്ന ശ്രുതിയുടെ നെഞ്ചിരിപ്പങ്ങ് നിന്നുപോയി. അവളുടെ കണ്ണുകൾ വിടർന്നു. തൊണ്ട വല്ലാതെ വരണ്ടു. സ്വന്തം കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ സർവനാശവും ഇങ്ങോട്ടേക്ക് നടന്നു വരികയാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവൾക്ക്. പക്ഷേ ചന്ദ്രമതിയുടെ ഭാവം അതൊന്നും ആയിരുന്നില്ല. ബീരാനെ കണ്ടപ്പോ അവർക്ക് അതിയായ സന്തോഷമുണ്ടായി. അവർ വേഗം ഓടിച്ചെന്ന് സ്വീകരിക്കാൻ തുടങ്ങി. അയ്യോ, ഇത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ലേ? ഇളയച്ച, എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? വാ, അകത്തേക്ക് വാ.
ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ബീരാന്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറ്റാൻ ഒരുങ്ങി. ശ്രുതിക്കും അത്ഭുതമായിരുന്നു. അല്ല ശ്രുതി, ഇളയച്ചൻ വരുന്ന കാര്യം നീ എന്നോട് പറഞ്ഞത് പോലുമില്ലല്ലോ. അവൻ മുകളിൽ നിൽക്കുന്ന ശ്രുതിയോട് ചോദിച്ചു. ശ്രുതിക്ക് എന്ത് പറയണമെന്നറിയാതെ വിയർത്തു. വിറക്കുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു, അതിന് എനിക്കും അറിയില്ലായിരുന്നു ശ്രുതി. ഓ, സർപ്രൈസ് ആയിട്ട് വന്നതായിരിക്കുമല്ലേ ഇളയച്ചൻ? ആ, നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യേണ്ട കാര്യം ശ്രുതി പറഞ്ഞിരുന്നല്ലോ, അതിനുള്ള കാശുമായിട്ട് വന്നതായിരിക്കുമല്ലേ? ശ്രുതിയുടെ വാക്കുകളിൽ ഒടുക്കത്തെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത് കേട്ട് ചന്ദ്രമതിയുടെ മുഖം ഒന്നുകൂടി തിളങ്ങി. കാശുമായിട്ടാണോ ഇളയച്ചൻ വന്നിരിക്കുന്നത്? വാ ഇളയച്ച, വന്നിരിക്ക്. അവർ ബീരാനെ നിർബന്ധിച്ച് സോഫയിലിരുത്തി. ബീരാനാണെങ്കിൽ ആകെ പരിഭ്രമിച്ച് ആരെയും നോക്കാതെ തലയും കുമ്പിട്ട് ആ ഒരു സോഫയുടെ ഒരറ്റത്തിങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുകയാണ്. തന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടതിന്റെ ഭയം ആ മുഖത്ത് വളരെ വ്യക്തമായിരുന്നു. മലേഷ്യയിൽ നിന്നും എപ്പോ എത്തി ഇളയച്ച? ചന്ദ്രമതി ചോദിച്ചു. ബീരാൻ ഒന്നും മിണ്ടാതെ ഇരുന്നു. വിയർപ്പ് തുടച്ചുകൊണ്ടിരുന്നു. ശ്രുതിയുടെ ടെൻഷൻ ഒന്നുകൂടെ കൂടി വന്നു. അവൾ പതുക്കെ താഴേക്കിറങ്ങി വന്നു. ഈ രംഗം അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. തന്റെ കളവുകളെല്ലാം തന്നെ പൊളിയാൻ പോവുകയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ശ്രുതിയുടെ അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. അദ്ദേഹം നമ്മളെ വിട്ടുപോയല്ലോ. ഇനിയിപ്പോ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത് ഇളയച്ചനാ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. ചന്ദ്രമതി സ്നേഹം വാരിക്കോരി നൽകി. എന്നിട്ട് മലേഷ്യയിൽ നടക്കുന്ന ആ ഒരു കേസിന്റെ കാര്യം എന്തായി? ശ്രുതിക്ക് കിട്ടാനുള്ള സ്വത്തൊക്കെ ഉടനെ കിട്ടില്ലേ? ബീരാനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അയാൾ വെപ്രാളത്തോടെ സച്ചിയെ രേവതിയെ മാറി മാറി നോക്കി. സച്ചിയും രേവതിയും ഇതൊക്കെ കണ്ട് ചിരിയടക്കാനാവാതെ നിൽക്കുകയായിരുന്നു. ശ്രുതിക്ക് ഈ വിഷയം എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റണമായിരുന്നു. അവൾ വേഗം ഇടയിൽ കയറി. അല്ലേ ഇളയച്ച, വരുന്ന കാര്യം എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞതുപോലുമില്ലല്ലോ. എന്താ ഇത്ര പെട്ടെന്ന് വരാൻ കാരണം? ഉടനെ സച്ചി മറുപടി നൽകി. അതിന് ഇളയച്ചൻ നിന്നെ കാണാനല്ലോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പാർലലേട്ടെത്തി. ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ച് ഇളയച്ചനെ കണ്ടു. അപ്പൊ കയ്യോടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാ. ഇത് കേട്ട് ശ്രുതിക്ക് ദേഷ്യം വിരിച്ചു കയറി. അവൾ സച്ചിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ഇളയച്ചൻ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നതായിരിക്കും. ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇളയച്ചൻ തന്നെ വരില്ലേ? സച്ചി എന്തിനാ ഇളയച്ചനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഈ സച്ചിക്ക് ഇത് ഏതു നേരം എന്ത് ചെയ്യണമെന്ന് പോലും ഒരു വിചാരവുമില്ല. അന്നേരം രേവതി മറുപടി നൽകി. സച്ചേട്ടനെ ഏതു നേരത്തെ എന്ത് ചെയ്യണമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം ശ്രുതി. ശ്രുതി രേവതിക്ക് നേരെ തിരിഞ്ഞു. എന്റെ വിഷയത്തിൽ ഇടപെടരുതെന്ന് നിന്നോട് ഞാൻ രണ്ടുപേരോടും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ എങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? അങ്ങനെ ചോദിച്ച് അവൾ വീണ്ടും ബീരാന്റെ നേരെ തിരിഞ്ഞു. അങ്കിൾ എന്തെങ്കിലും ബിസിനസ് കാര്യത്തിന് വന്നതാണോ എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ സച്ചി ഇരുന്നിടത്ത് നിന്ന് തന്നെ എഴുന്നേറ്റു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പാർലയെടുത്തി ഇങ്ങനെ ഇളയച്ച എന്ന് വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഇളയച്ചൻ വേറെ ആരുടെയോ മാമനും കൂടിയാ. എല്ലാവരും വന്നത് കേട്ടപ്പോ ഞെട്ടി. വേറൊരാളുടെ മാമനോ? ആരുടെ മാമൻ? രവീന്ദ്രൻ ചോദിച്ചു. സച്ചി പറയുന്നത്, അച്ഛാ, നമ്മുടെ അശോകൻ അങ്കിളുടെ മോളില്ലേ മാളുവിന്റെ കല്യാണം കഴിച്ച പയ്യൻ ഫെബിൻ, ആ ഫെബിന്റെ മാമനാ ഈ ഇരിക്കുന്ന ഇളയച്ചൻ. ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖം അങ്ങ് വിളറി വെളുത്തു. സച്ചി സകല സത്യങ്ങളും മനസ്സിലാക്കിയെന്ന് അവൾക്ക് അതോടുകൂടി ഉറപ്പായി. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവളുടെ മനസ്സ് പറഞ്ഞു തുടങ്ങി. ചന്ദ്രമതിക്കും ശ്രുതിക്കും രവീന്ദ്രനും ഇതൊക്കെ വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. ചന്ദ്രമതിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഇവൻ എന്താ വട്ടായോ? നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ എങ്ങനെ ഫെബിന്റെ മാമനാവുന്നത്? രേവതി മുന്നോട്ട് വന്ന് പറഞ്ഞു. സച്ചിയേട്ടൻ പറയുന്നതെല്ലാം തന്നെ സത്യാണ് അച്ഛാ. അശോകൻ അങ്കിൾ നമ്മളോട് ഫെബിന്റെ മാമനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിൽ നടക്കുമായിരുന്നില്ലേ? അതേ മോളെ, രവീന്ദ്രൻ ഓർത്തു. അയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് നടന്നില്ല. അച്ഛൻ കാണാൻ ആഗ്രഹിച്ച ആ ഫെബിന്റെ മാമനാണ് ഈ നിൽക്കുന്ന ഇളയച്ചൻ. സച്ചി ബീരാനെ ചൂണ്ടിക്കൊണ്ട് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. ആർക്കും ഈ പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്താ ഇവിടെ നടക്കുന്നത്? മനസ്സിലാവാതെ രവീന്ദ്രൻ സച്ചിയെ നോക്കി. സച്ചി, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അച്ഛന് മനസ്സിലായില്ലേ? ഞങ്ങൾ പുറത്തുപോയി ഇറങ്ങാൻ നേരത്താ ഈ ഇരിക്കുന്ന ഇളയച്ചനെ കണ്ടത്. അപ്പൊ നേരെ ഇങ്ങോട്ടേക്ക് കൈയോടെ കൂട്ടിക്കൊണ്ടുവന്നു. സച്ചി ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. അപ്പോ ഈ ശ്രുതിയുടെ ബന്ധുക്കാരാണോ ഫെബിന്റെ ഫാമിലി? രവീന്ദ്രൻ ആശ്ചര്യത്തോട് ചോദിച്ചു. സച്ചി ഉറക്കെ അങ്ങ് ചിരിച്ചു. അയ്യോ എന്റെ അച്ഛൻ ഇങ്ങനെ നേരെ വഴിക്ക് മാത്രമേ ചിന്തിക്കാൻ അറിയാത്തുള്ളൂ. ശ്രുതി വീണ്ടും പരിഭ്രമത്തോടെ വിഷയം മാറ്റാൻ ശ്രമിച്ചു. അങ്കിൾ, ഈ സച്ചി എന്തൊക്കെയോ വായി തോന്നൊക്കെ വിളിച്ചു പറയുവാണ്. ഇതെന്റെ അങ്കിളാ. എന്റെ ഇളയച്ചനെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഒരു പരിപാടിയായത്. ചന്ദ്രമതിയും അത് ശരിവെച്ചു. അതെ, നീ പറയുന്നതാ ശരി മോളെ. എങ്ങനെയാ ശ്രുതിയുടെ ഇളയച്ചൻ ഫെബിന്റെ മാമനാവുന്നത്? ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിൽ നിന്നല്ലേ വന്നിരിക്കുന്നവനല്ലേ? അവിടെ വലിയ ബിസിനസ് നടത്തുന്ന ആളല്ലേ? അതെ, അവിടുത്തെ വലിയ ബിസിനസ്മാനാ ഇളയച്ചൻ. ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിംഗ് ഒക്കെയാ ഇവര് നടത്തുന്നത്. ശ്രുതി ധൈര്യം സംഭരിച്ചുകൊണ്ട് കള്ളം ഒന്നും കൂടി ഉറപ്പിച്ചു പറയാൻ ശ്രമിച്ചു. സച്ചി വീണ്ടും അങ്ങ് പൊട്ടിച്ചിരിച്ചു. അതെ, വലിയ ബിസിനസ് മാമനാ. വെട്ടൊന്ന് തുണ്ട് രണ്ട്, അതാണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ് രീതി. സച്ചി ബീരാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ബീരാൻ ഇത് കേട്ട് പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. രവീന്ദ്രനെ സഹി കെട്ടു. സച്ചി, നീ എന്താ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു പറ. എനിക്കിതൊന്നും പിടിക്കുന്നില്ല. സച്ചി പറയാൻ തുടങ്ങിയപ്പോൾ ശ്രുതി വീണ്ടും തടഞ്ഞു. ഈ സച്ചി ഇളയച്ചന്റെ എന്തെങ്കിലും ബിസിനസ് രഹസ്യം ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതായിരിക്കും. ഇളയച്ചന് എന്തോരം തിരക്കുള്ളതാ. അങ്കിൾ ഏത് ഹോട്ടലിലാ താമസിക്കുന്നത്? വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് ശ്രുതി ബീരാന്റെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കി.
പെട്ടെന്ന് തന്നെ സച്ചി അവരുടെ വഴി അങ്ങ് തടഞ്ഞു. പാർലയെടുത്ത് എങ്ങോട്ടായി പോകുന്നത്? സംസാരിക്കാണെന്ന് നമുക്ക് ഇവിടെ വെച്ച് തന്നെ സംസാരിച്ചു തീർക്കാം. അതിനിപ്പോ ഹോട്ടലൊന്നും പോവേണ്ട കാര്യമില്ല. ചന്ദ്രമതിക്ക് തീരെ സഹിച്ചില്ല. എന്താ ഇവനെ കാണിച്ചു കൂട്ടുന്നത്? ഇത് ശ്രുതിയുടെ ഇളയച്ചനെ അപമാനിക്കുന്നതിന് തുല്യമാ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി. സച്ചി, നീ ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറ. രവീന്ദ്രൻ ശാസനയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞു. സച്ചി വളരെ സീരിയസ് ആയി എല്ലാവരെയും നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇയാളുടെ നാട് മലേഷ്യയിലോ സിംഗപ്പൂരിലോ ഒന്നുമല്ല. നമ്മുടെ സ്വന്തം നാട്ടുകാരനാ ഇയാള്. ഹാ, അതിനെന്താ, നാട്ടുകാരനാ. പക്ഷെ ഇവിടെ നിന്ന് മലേഷ്യയിലേക്ക് പോയിട്ട് സെറ്റിൽ ആയതല്ലേ ഇളയച്ചൻ. ശ്രുതി വിടാൻ ഒരുക്കമില്ലായിരുന്നു. എന്റെ ശ്രുതി, നീ ഇങ്ങനെ ഇടയിൽ കയറി സംസാരിക്കല്ലേ. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇയാള് മലേഷ്യയിലോ സിംഗപ്പൂരിലോ ഒന്നും ഇതുവരെ പോയിട്ടില്ല. എന്തിന്? ഇയാൾക്കൊരു പാസ്പോർട്ട് പോലും ഇല്ല. സച്ചിയുടെ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് ശ്രുതിയുടെയും ചന്ദ്രമതിയുടെയും രവീന്ദ്രന്റെയും ഒക്കെ കാതിൽ വീണത്. സച്ചി പറഞ്ഞത് കേട്ട് എല്ലാവരും ബീരാനെ തന്നെ തുറപ്പിച്ചു നോക്കി. ബീരാൻ ഒരു കുറ്റവാളിയെ പോലെ തല താഴ്ത്തി നിന്ന് വിയർക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രമതി തലയിൽ ഇങ്ങനെ കൈവച്ചു. ഇവൻ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുടിച്ചിട്ട് വാൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയുവാണ്. ഇല്ലമ്മേ, രേവതി ഇടപെട്ടു. സച്ചിയേട്ടൻ കുടിച്ചിട്ടൊന്നുമില്ല. നടന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെയാ സച്ചിയേട്ടൻ പറയുന്നത്. എന്ത് കറക്റ്റ് ആയിട്ട് പറയുന്നെന്നാ? ചന്ദ്രമതി ദേഷ്യപ്പെട്ടു. രവേട്ട, അന്ന് അശോകൻ എന്താ നമ്മളോട് പറഞ്ഞത്? അവന്റെ മോനെ കിട്ടുന്ന ഫെബിന്റെ മാമന് ഇറച്ചിക്കടയാണെന്നല്ലേ പറഞ്ഞത്? അതെ, ഇറച്ചിക്കടയാണെന്നാ അവൻ പറഞ്ഞത്. രവീന്ദ്രൻ തല കുലുക്കി. രേവതി പെട്ടെന്ന് പറഞ്ഞു, അതെ അച്ഛാ, ആ ഇറച്ചി നടത്തുന്ന ഫെബിന്റെ മാമനാണ് ഈ ഇരിക്കുന്ന ബീരാനിക്ക. ചന്ദ്രമതിയുടെ കണ്ണുകളങ്ങ് തന്നെ പുറത്തേക്ക് വന്നു. എന്താണ് നീ പറയുന്നത്? ഞങ്ങളുടെ ശ്രുതിയുടെ ഇളയച്ചനെ ഇറച്ചിക്കടക്കാരനെന്നോ? നീ ഇദ്ദേഹത്തെ അപമാനിക്കുകയാണോ? രവിയേട്ട, നിങ്ങളൊന്ന് പറഞ്ഞു നിർത്ത്. ഇവരോടൊന്ന് നിർത്താൻ പറ. രവീന്ദ്രൻ സച്ചിയെ നോക്കി. സച്ചി, ഇത് തമാശ കളിക്കാനുള്ള സമയമല്ലേ കേട്ടോ. നീ ഇത് നിർത്തുന്നുണ്ടോ? അച്ഛാ, ഞാൻ തമാശ പറഞ്ഞതല്ല. ശരിക്കും ഇങ്ങേർക്ക് ഇവിടെ ടൗണിൽ വലിയൊരു ഇറച്ചിക്കടയാ. സച്ചി ചിരിക്കാതെ തന്നെ പറഞ്ഞു. രേവതിയും അത് ശരിവെച്ചു. അതെ അച്ഛാ, അന്ന് ഞാൻ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയില്ലേ, അന്ന് ആ ചിക്കൻ ബിരിയാണി സൂപ്പറാണെന്ന് എല്ലാവരും പറഞ്ഞില്ലേ. അന്ന് ചിക്കൻ വാങ്ങിച്ചത് ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നാ. പക്ഷെ ഇയാൾ എനിക്കന്ന് കാണാൻ പറ്റിയില്ല. കസേരയിൽ ഉറങ്ങുമായിരുന്നു. മുഖത്ത് പത്രമൊക്കെ ഇട്ട് മൂടി കെട്ടിയിട്ടാ ഇരുന്നത്. അതുകൊണ്ടാ ഞാൻ അന്ന് അയാളെ കാണാൻ തിരിച്ചറിയാതെ പോയത്. സച്ചിയുടെയും രേവതിയുടെയും വാക്കുകൾ കേട്ട് ബാക്കിയുള്ളവരിങ്ങനെ പരസ്പരം നോക്കി. തല പെരുക്കുന്നത് പോലെ തോന്നി ചന്ദ്രമതിക്ക്. ശ്രുതി വീണ്ടും പറയേ, നിങ്ങൾ രണ്ടുപേർക്കും എന്താ വട്ടായോ? വായി തോന്നൊക്കെ വിളിച്ചു പറയാന്. വട്ടം ഞങ്ങൾക്കല്ലടാ, നിനക്കാടാ. ആ ശ്രുതിയെ വട്ടാക്കി വെച്ചിരിക്കുന്നത് നീ നിൽക്കുന്ന പാർലയെടുത്തിയല്ലേ? സച്ചി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ശ്രുതി ഒന്നും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. അവളുടെ നാക്കങ്ങ് അടർന്നു പോയിരുന്നു. ശരീരമാകെ വിറക്കാൻ തുടങ്ങി. എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നൊരു രൂപം പോലും അവൾക്കില്ലായിരുന്നു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ചന്ദ്രമതി തലയിൽ ഇങ്ങനെ രണ്ട് കൈ വെച്ച് അവിടെ നിന്നും ഇരുന്നു പോയി. എന്റെ തലയൊക്കെ പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നുന്നു. എന്താ സച്ചി ഇവിടെ നടക്കുന്നത്? സച്ചി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അയ്യോ അമ്മേ, ഇപ്പോഴും ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കല്ലേ? ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കേക്ക്. അച്ഛാ, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണെന്ന് അറിയാമോ? ജയരാജ്. പക്ഷെ നാട്ടുകാർ മുഴുവൻ ഇയാളെ സ്നേഹത്തോടെ വിളിക്കുന്നത് ബീരാനിക്ക എന്നാണ്. ഇദ്ദേഹം പഴയൊരു നാടക നടനാ. സിനിമയിലും ചെറിയ മുഖങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാ ബീരാന്. അതാ നാട്ടുകാർ ഇദ്ദേഹത്തെ ഇപ്പോഴും വിളിക്കുന്നത്. സച്ചി ബീരാനെ നോക്കി പറഞ്ഞു. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു വലിയ ഇറച്ചിക്കടയാ ഉള്ളത്. നാട്ടിൽ മൊത്തം ഫേമസ് ആണ് ഇയാളുടെ ആ ഒരു ഇറച്ചിക്കട. തുടർന്ന് സച്ചി ബീരാന്റെ അടുത്തേക്ക് ചെന്നു. ബീരാനിക്ക, ഇനിയെങ്കിലും സത്യങ്ങളൊക്കെ ഇവർക്ക് മുന്നിൽ പറഞ്ഞു കൊടുത്തൂടെ? രേവതി ബീരാനോട് പറഞ്ഞു. ഇത്രയും നാൾ നിങ്ങൾ ഒരു കുടുംബത്തെ മൊത്തം പറ്റിക്കുമായിരുന്നില്ലേ? ഇനിയെങ്കിലും ആ സത്യം തുറന്നു പറ. ആ ചോദ്യം കേട്ട് ബീരാന് പതുക്കെ എഴുന്നേറ്റ് നിന്നു. അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. വിയർപ്പും കണ്ണീരും കലർന്ന ആ ഒരു മുഖം കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരുന്നു. രവീന്ദ്രന്റെയും ചന്ദ്രമതിയുടെയും മുന്നിൽ അയാൾ രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് നിന്നു. ആ ചുണ്ടുകൾ വിറച്ചു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ബീരാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു. ഞാൻ ഈ ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല. ബീരാന്റെ വായിൽ നിന്നും ആ വാക്കുകൾ വീണതും ചന്ദ്രമതിക്ക് വല്ലാത്ത ഷോക്കായിരുന്നു. അവരൊരു നിമിഷം ശ്വാസം വിടാൻ പോലും മറന്നുപോയി. ചന്ദ്രമതിക്ക് അതുണ്ടായ ആഘാതം ചെറുതായിരുന്നില്ല. അതുവരെ കോടീശ്വരനായ ഇളയച്ചൻ എന്ന് പറഞ്ഞ് പൊക്കി നടന്ന് വെറും ഒരു നാടക നടനായ ഇറച്ചിക്കടക്കാരനെയാണല്ലോ എന്നോർത്തപ്പോൾ ചന്ദ്രമതിയുടെ ഉള്ളിൽ ഭയങ്കരമായ ദേഷ്യം പതിഞ്ഞു പൊങ്ങി. ചന്ദ്രമതിയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. അവർ കലിപ്പോടെ തിരിഞ്ഞു ശ്രുതിയെ നോക്കി. ആ നോട്ടം നേരിടാൻ കഴിയാതെ ശ്രുതി തല കൊമ്പിട്ട് നിന്നു. അവളുടെ മുഖത്ത് ഗർവവും അഹങ്കാരവും എല്ലാം എങ്ങോട്ടേക്ക് പോയി മറഞ്ഞതുപോലെ. ഒന്നും മിണ്ടാതെ തറയിലേക്ക് നോക്കി നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ബീരാൻ കരഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. ഈ സച്ചിയും രേവതിയും പറഞ്ഞതൊക്കെ തികച്ചു സത്യമാ. ഞാൻ മലേഷ്യയിൽ നിന്നൊന്നുമല്ല ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഈ കുട്ടിയുടെ ഇളയച്ചനുമല്ല. എന്റെ യഥാർത്ഥ പേര് ജയരാജൻ എന്നാണ്. ഞാൻ ഈ ടൗണിൽ ഇറച്ചിക്കട നടത്തുന്ന ആളാണ്. താൻ അത്രയേറെ വിശ്വസിച്ച ശ്രുതിയുടെ ഓരോ കള്ളത്തരങ്ങളും തനിക്ക് മുന്നിൽ പൊളിഞ്ഞു വീഴുന്നത് കണ്ട് ശ്രുതിയും ഞെട്ടിത്തെറിച്ചു നിന്നു. തന്റെ ഭാര്യ ഇത്രയും വലിയൊരു കള്ളിയായിരുന്നോ എന്ന് അവന് വിശ്വസിക്കാനായില്ല. അന്നേരം നിങ്ങൾ ഈ ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് ചന്ദ്രമതി പല്ലിറുമ്പിക്കൊണ്ട് ചോദിച്ചു.
അല്ല, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല. ഞാൻ ഈ മലേഷ്യ എന്ന് പറയുന്ന സ്ഥലം പോലും കണ്ടിട്ടില്ല എന്ന് ബീരാൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാണ് താൻ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇളയച്ചനായിട്ട് അഭിനയിച്ചത്? രവീന്ദ്രൻ വീണ്ടും ദേഷ്യം വന്നു തുടങ്ങി. എനിക്ക് ഈ നാടകങ്ങളിലും സിനിമകളിലൊക്കെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാ സാറേ. ഞാൻ പണ്ട് ഒരുപാട് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ എങ്ങനെയെങ്കിലും ഒരു നല്ല ചാൻസ് കിട്ടാൻ വേണ്ടി ഞാൻ കുറെ അധികം അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാ ഞാൻ ഈ ശ്രുതിയുടെ കൂട്ടുകാരി മീരയെ പരിചയപ്പെടുത്തുന്നത്. മീരയോ? ശ്രുതി ആശ്ചര്യത്തോട് ചോദിച്ചു. അതെ സാറേ, എനിക്ക് മീരയെ നല്ല പരിചയമാ. അപ്പോ അവൾ എന്നോട് പറഞ്ഞു സിനിമയിൽ നിന്ന് നല്ല ചാൻസ് വാങ്ങിച്ചു തരാമെന്ന്. അതിന് പകരമായിട്ട് ഈ വീട്ടിൽ വന്ന് ശ്രുതിയുടെ ഇളയച്ചനായിട്ട് കുറച്ചു ദിവസം അഭിനയിക്കണമെന്ന് പറഞ്ഞു. സിനിമയിലേക്കുള്ള മോഹം കൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു പോയി സാറേ. അല്ലാതെ എനിക്ക് ഇവരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. എന്നോട് എല്ലാവരും ക്ഷമിക്കണം. ബീരാൻ വീണ്ടും കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു. ചന്ദ്രോദയിൽ നിന്ന് ആ ഒരു വലിയ തറവാട്ടിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു ശ്രുതിയുടെ കള്ളത്തരവും. ആ ഒരു കള്ളത്തരത്തിന്റെ ആഴം എത്രമത്തോളം ഉണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. കോടീശ്വരനാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നവൾ വെറും ഒരു കള്ളിയാണെന്ന് ചന്ദ്രമതിക്കും ബോധ്യപ്പെട്ടു. ചന്ദ്രമതിയുടെ കോപം മുഴുവൻ ഇപ്പോൾ ശ്രുതിക്ക് നേരെ തിരിഞ്ഞുകയാണ്. അതുവരെ അവൾക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്നേഹവും ബഹുമാനവും ഒരൊറ്റ നിമിഷം കൊണ്ടെങ്കിൽ ഇല്ലാതായി. ശ്രുതിക്ക് ഒരക്ഷരം പോലും തിരിച്ചു പറയാൻ കഴിയുന്നില്ല. തലയും കുമ്പിട്ട് പൂർണ്ണമായും പരാജയപ്പെട്ട് അവൾ അവിടെ നിന്ന് നടന്നു. താൻ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടൊരു ചീട്ടുകൊട്ടാരം തന്നെ അങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നത് അവൾക്ക് നിസ്സാരമായി നോക്കി നിൽക്കേണ്ടി വന്നു. സച്ചിയും രേവതിയും എല്ലാം പുറത്തു കൊണ്ടുവരുന്നതിന്റെ ആശ്വാസത്തിൽ പരസ്പരം നോക്കി സത്യങ്ങൾ എപ്പോഴും പുറത്തു വരുമെന്ന് ആ വലിയ വീടിന്റെ ചുമരുകൾ പോലും അവരോട് മന്ത്രിക്കുന്നത് പോലെ തോന്നി. ഇനി ഈ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കും? ചന്ദ്രമതിയും സുധിയും ശ്രുതിയോട് ഇനി എന്ത് ചെയ്യും? ആ ചോദ്യങ്ങൾ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് അവിടെ വീണ്ടും ഒരു കനത്ത നിശബ്ദത പടർന്നു. തികച്ചും അപ്രതീക്ഷിതമായൊരു കൊടുങ്കാറ്റടിച്ചത് പോയതിനു ശേഷമുള്ള ഭയാനകമായൊരു നിശബ്ദത. പരാജയപ്പെട്ട മുഖവുമായി ശ്രുതിയും കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളുമായി ചന്ദ്രമതിയും സകലം തുറന്നു കാട്ടിയ സച്ചിയും അവിടെ ആ നിമിഷത്തിലങ്ങ് നിശ്ചയിച്ച് നിന്നുപോയി. ഇനി ഏതായാലും വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് രംഗങ്ങളായിരിക്കും. സത്യം മനസ്സിലാക്കിയ ചന്ദ്രമതി ഏതായാലും ശ്രുതി അവിടെ നിന്നും അടിച്ചു പുറത്താക്കുന്നുണ്ടെന്ന് മാത്രമല്ല പിന്നീട് വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി രംഗങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.